അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. പള്ളിക്കാട്ടേക്ക് സലാം പറഞ്ഞ മാതിരിയായി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നിജ്മ പറയും. ഇന്നത്തെ പരിപാടി എന്താ? മന്തി ഉണ്ടാക്കാം. ആരുണ്ടാക്കണ മന്തി? അപ്പോൾ ഗൈസ്, അതെ, നിങ്ങൾ കേട്ടത് സത്യമാണ്. എനിക്ക് അത്ര ധൈര്യമില്ല, പക്ഷെ എനിക്ക് ആരോ ധൈര്യം തന്നു. എൻ്റെ എന്തോ ഒരു അദൃശ്യ ശക്തി എനിക്ക് ധൈര്യം തന്നു. എൻ്റെ വൈഫ് ഉണ്ടാക്കണം മന്തി ഒന്ന് ട്രൈ ചെയ്യണം എന്ന് ആരോ ഉറക്കത്തിൽ വന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ കടുങ്കൈ ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം കേട്ടെ, ആദ്യത്തെ മന്തി ഉണ്ടാക്കണേ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കും. ഗൈസ്, ജീവിതത്തിൽ ഇതുവരെ മന്തി ഉണ്ടാക്കാത്തൊരു പെണ്ണ് മന്തി ഉണ്ടാക്കാൻ പോകട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് മുട്ടരിച്ച് തന്നിനി. അതിൻ്റെ കഥ ഞാനൊരു ഷോർട്സ് ആക്കിയിട്ടുണ്ട്, അതൊന്ന് പോയി കണ്ടോക്കി. ആ മുട്ടരിച്ച കഥ പിന്നെ കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് നമ്മുടെ കുക്കിംഗ് സ്കിൽ ഉള്ളത് എന്നൊക്കെ. അപ്പോൾ ഏതായാലും നിജ്മ ഈ പുതിയ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. നിജ്മക്ക് എൻ്റെ വണ്ടി ഉണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ റൈഡർ, നമുക്ക് എന്തൊക്കെയാണ് വാങ്ങണ്ടേ സാധനങ്ങൾ പറയും? ചിക്കൻ, ബാക്കിയൊക്കെ ഇവിടെ ഉണ്ട്. ചിക്കൻ മതി എന്ന് പറഞ്ഞു, ബാക്കിയൊക്കെ അവിടെ ഉണ്ടെന്നൊക്കെ പറയണേ. എന്ത് പച്ചരിയായിട്ട് ഉണ്ടാക്കണേ മന്തി? ബസ്മതി റൈസ്. ഓക്കെ, ബസ്മതി റൈസ് ഇട്ട് മന്തി ഉണ്ടാക്കുന്നൊക്കെ പറയണത്. എന്തായാലും വണ്ടി ഡ്രൈവർ വണ്ടി സ്റ്റാർട്ടാക്കൂ, നമുക്ക് പോകാമെന്നാ. സ്റ്റാർട്ടാക്ക്, ഞാൻ അവിടുന്ന് കയറാം. എനിക്ക് ചെറിയൊരു ജീവനെ പേടിയുണ്ട്. പോയോക്കട്ടെ, എന്തായാലും പോയോക്കട്ടെ. ഒരു 50 തിരി ഉണ്ടാവും ഇവിടുന്ന്. ഓക്കെ ഓക്കെ ഗായ്സ്, ഞാൻ പോയോക്കട്ടെ. നിൽക്ക് എന്നാ പോവുക. എവിടേക്കാ പോണത്? ആദ്യം ചിക്കൻ വാങ്ങാനാ? ഓക്കെ, ചിക്കൻ വാങ്ങാൻ ബൈപ്പാസ്ക്ക് വന്നാ കുരിക്കൾക്ക്. ഓക്കെ, അപ്പം ഞങ്ങൾ ചിക്കൻ വാങ്ങാൻ പോകുന്നുണ്ട് ഗൈസ്. റൈഡറെ നോക്കി വണ്ടി ഓട്ടണം കേട്ടോ. ലൈവായിട്ട് എന്നെ കൊണ്ട് ആക്സിഡൻറ്റ് വീഡിയോ വ്ളോഗൊക്കെ ഇടിപ്പിക്കരുത്. സ്പീഡ് വേണമെന്നില്ല, അപ്പം അതൊക്കെ പോയാലും മതി. എനിക്ക് സ്പീഡ് വേണമെന്നില്ല. ഓക്കെ, നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി അല്ലേ? നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി ഗൈസ്. സമയം ഏകദേശം ഇങ്ങനെ കാണില്ല. 12 മണിയായി. അപ്പോൾ 12 മണിക്കാണ് നിജ്മ മന്തി ഉണ്ടാക്കാൻ പോകുന്നത്. എത്ര മണിയാകുമ്പോഴത്തേനും തന്നെ മന്തി റെഡി ആവും? 2 മണി. അപ്പോൾ 2 മണിയാകുമ്പോഴത്തേനോളം മന്തി റെഡി ആവുന്ന പറഞ്ഞിട്ടോ. പോയേക്കട്ടെ, വണ്ടി നോക്കിയിട്ട്. അല്ല, എനിക്ക് മനസ്സിലായത് നിങ്ങൾ എന്തിനാ ഈ സൈഡിലേക്ക് വരുന്നേ? റോഡിൻ്റെ ഈ സൈഡിൻ്റെ നടുക്കൂടെ പോയിക്കൂടെ നിങ്ങൾക്ക്? ഇങ്ങോട്ട് ഒന്നായിട്ട് അങ്ങോട്ട് അടുപ്പിച്ചു. എന്നിട്ട് ഈ കാക്ക വണ്ടി എടുക്കാൻ കാത്തിക്കും. ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇതിൽ പോവുകയെ. ഇങ്ങനത്തെ പൊട്ടത്തേക്ക് ലൈസൻസ് കൊടുക്കരുത് എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട RTO അവர்களോട് പറയാനുള്ളത്. സ്പീഡൊക്കെ പോകുന്നുണ്ടോ ഇപ്പോൾ? എനിക്ക് സ്പീഡ് പോകാൻ ലൈസൻസ് ഉണ്ടോ? സ്പീഡ് ലിമിറ്റുള്ള ലൈസൻസ് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെറുതെ ലൈസൻസ് അല്ല, എങ്ങനെ 8 ഇട്ടാണ്ട് കിട്ടിയ ലൈസൻസ് ആണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും അറിയില്ല, കണ്ടറിയാം. അപ്പോൾ നമ്മൾ കോഴിപ്പീടിയുടെ അടുത്താട്ടോ. കോഴിപ്പീടിയിൽ കുറച്ചും കൂടിയും പോകാണ്ട്. അപ്പോൾ നമ്മൾ കോഴിപ്പീടിയിലെത്തും. ഏതായാലും കോഴിപ്പീടിയിലെത്തി കോഴിയൊക്കെ വാങ്ങി. എന്നിട്ട് വേറെ എന്തെങ്കിലും വാങ്ങാണ്ടോ? ഓക്കെ, ക്യാപ്സിക്കം കൂടി വാങ്ങാണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും പോയേക്കട്ടെ. കോഴി വാങ്ങിയിട്ട് നമ്മൾ ക്യാപ്സിക്കം വാങ്ങാൻ പോകുമ്പോൾ കാണാം. ഓക്കെ ഗായ്സ്, സ്കിന്ന് ഉള്ള ഇറച്ചി വേണമെന്നൊക്കെ പറഞ്ഞാണ്ട് പോയതാട്ടോ. അവസാനം സ്കിന്നില്ലാത്ത ഇറച്ചി കൊണ്ട് നിജ്മ സാഹസികതയോടുകൂടി മന്തി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടറിയാം. അടുത്തതായി ക്യാപ്സിക്കം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വേറെ എന്തോ പറഞ്ഞില്ലല്ലോ. എന്തേന്? എന്ത്? റാഗി വാങ്ങാൻ പറഞ്ഞേ. ഇമ്മിമാരോട് നാക്കില് ഡയറ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാ ഡിസ്ക് പരിപാടികളൊക്കെ തുടങ്ങാനുള്ള പരിപാടി ഉണ്ട്. ഇത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അനാവശ്യമായ ഒരു സാധനത്തിലേക്ക് എൻ്റെ കണ്ണു പോകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ല പായസം കുടിച്ചാലോ? രാവിലെ അത് നിർത്തിയോളാ. ഇറച്ചി ആരെങ്കിലും കൊണ്ടുപോവോ? ഉറപ്പാണോ? അങ്ങനൊന്നും ചെയ്യില്ല. അങ്ങനെ കൊണ്ടുപോകണവർ കൊണ്ടുപോയിക്കോട്ടെ. അത്രയും ഗതികോട് കൊണ്ട് കൊണ്ടുപോകണല്ലേക്കും. കാക്കേ കൊത്തു ഞാൻ കൈ പിടിച്ചല്ലേ? എത്രയും കൈ പിടിച്ച ആ വണ്ടിയിൽ ചാവി. ഓക്കെ ഓക്കെ ഗൈസ്, വേണ്ട ക്യാപ്സിക്കം നടന്നു.
മുന്നിപ്പോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഗ്രോസറി വാങ്ങി, ക്യാപ്സിക്കം വാങ്ങി, ഇറച്ചി വാങ്ങി. ഇനി വീട്ടിൽ പോകാട്ടോ. ഇനി എങ്ങനെയാണ് നജ്മൻ്റെ സാഹസികത എന്ന് നമുക്ക് അടുക്കളയിൽ ചെന്നിട്ട് നോക്കാം. കണ്ടറിയാം. പഠിച്ചാൽ ആകട്ടെ. ഇല്ല, വണ്ടിമെന്നും ഫുഡുമെന്നും രണ്ട് സൈഡും വാഹനങ്ങളെ വീക്ഷിച്ചുകൊണ്ട് വളരെ ക്രിയാത്മകമായി വണ്ടി ഓടിക്കുന്ന നജ്മ. മേത്തൊന്നാക്കില്ലേ? ഓ, ഇമ്മാതിരി വെയിലത്ത് ബൈക്ക് മേലൊന്നും ഇറങ്ങൂലോ. വീർത്തിട്ട് എന്തായാലും നമുക്ക് വീട്ടിലെത്തിയിട്ട് കുക്കിംഗ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വ്ളോഗ് തുടരുന്നതാണ്. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നജ്മയുടെ മന്തിയാണോ ബിരിയാണിയാണോ എന്നറിയില്ല. ഞാനൊരു സേഫ്റ്റിക്ക് മല്ലിച്ചപ്പും മരി തൈരൊക്കെ എടുത്തേക്കണേ. ഇനിയിപ്പോൾ ഓളം മന്തി ആയിട്ടില്ലെങ്കിൽ കുഴച്ച് കൂട്ടിയാണ്ട് ഒരു തൈര് ചോറൊക്കെ എടുത്ത് തിന്നാലും എഴുതിയാണ്ട് എൻ്റെ ഒരു ധൈര്യത്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിക്കണേ. ഏതായാലും നമുക്ക് നോക്കാം. ശരി, നമ്മളെ നാട്ടിൽ ഒരു പ്രത്യേകത ഉണ്ട്. കയ്യൊപ്പുള്ളവൻ കാര്യക്കാരനാണ് നമ്മളെ റോഡിലും നാട്ടിലൊക്കെ മാതിരി. അപ്പൊ റോഡിൽ നമ്മൾ കുറച്ച് ശ്രദ്ധ കൊടുക്കണം. അപ്പൊ ഗൈസ് നജ്മക്ക് ഈറടിച്ചു. നജ്മക്ക് ആകെ ഈറടിച്ചു ഗൈസ്. അങ്ങനെയല്ല, ഗ്യാസ് വണ്ടി വരുന്നുണ്ട്. പൈസ ഞാൻ ഇന്നലെ മക അയക്കുന്നുണ്ട്. വളരെ സേഫ് ആയിട്ട് വീട്ടിലേക്ക് അയക്കുന്നത്. ഈ വണ്ടിയൊക്കെ കുട്ടപ്പന അയക്കണേ ഞാൻ കേക്ക് വെച്ചതാ. അപ്പൊ തന്നെ കൂടെ വരുത്തിന്. അപ്പൊ നമ്മൾ സക്സസ്ഫുള്ളി വീട്ടിലെത്തി. റെഡിയാണോ? അഡ്വഞ്ചറിന് റെഡിയാണോ താങ്കൾ? ഞാൻ എടുക്കണ അത്ര റിസ്ക് ഒന്നും എന്തായാലും എടുക്കണില്ല കേട്ടോ. ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ച് കണ്ടാണ് റിസ്ക് എടുക്കണത്. നോക്കട്ടെ. ചൂടുണ്ടല്ലേ? ഇവിടുത്തെ ആകെ തേനി ചോർക്കണേ. നമുക്ക് കുക്കിംഗ് പരിപാടി തുടങ്ങാം ഗൈസ്. ചങ്ങായിമാരെ, ഇതിപ്പോൾ വന്നിട്ട് സമയം കുറച്ചായിട്ടോ. ഇവളാണെങ്കിൽ യൂട്യൂബാണ് ഓപ്പൺ ആക്കിയിട്ട് ഒരു 10,000 വീഡിയോ റെഫറൻസിന് ഒരു മന്തി ഉണ്ടാക്കാൻ. ഓയ് വൈച്ചുണ്ട്, ചോറാകുമോ? അവൻ എന്തേ 12 കഴിഞ്ഞ് 12:45 നജ്മ. അല്ല മന്തി ഒന്നും ഉണ്ടാകുക. ഇതൊക്കെ ചായ പാത്രത്തിലാണ് മന്തി ഉണ്ടാക്കണേ. ഓയ് അത് ചായപാത്രല്ലേ? ഇത് ഉമ്മാൻ്റെ ചായപാത്രമാണ്. അതിനാ മന്തി ഉണ്ടാക്കണേ. അവിടുന്ന് ഉമ്മ അത് അരി കുതിർക്കാട്ടാന്നൊക്കെ. ഓക്കെ ഗായ്സ്, എന്തായാലും ഇച്ചു കഴിച്ചിട്ട് വെച്ചാൽ ഞാൻ അങ്ങാടി പോയാൽ തിന്നു തരണം ഒരു സേഫ്റ്റിക്ക്. എൻ്റെ ഒരു ധൈര്യത്തിന്. ഇത് തിന്നവളോ ആയിരിക്കോ? എഡിബിളോ ആയിരിക്കോ സാധനം? ഓക്കെ. ഫുൾ കോസ്റ്റ്യൂമിൽ ഇമ്മാതിരി കോസ്റ്റ്യൂമിൽ പൊട്ടത്തളത്തിൽ വന്നുകൊണ്ട് ഇറച്ചി കേൾക്കുന്ന ഏതെങ്കിലും കുടുംബിനികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ് കേട്ടോ. ഇതാണ് ഇമ്മാൻ്റെ അടുപ്പ്. അത് കുഞ്ഞുമ്മൂസ് അടുപ്പ്. കുഞ്ഞുമ്മൂൻ ചമ്മാൻ്റെ പേരാട്ടോ. ഇത് കഴിഞ്ഞ മാസത്തെ പണി വെച്ചിട്ടുള്ളൂ. ഇത് ചക്കക്കുരു. നമ്മുടെ നാട്ടിൽ ഇതിന് വേറെ കോഡ് ഭാഷ പറയും, പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. സബോസ്ലോ. അപ്പോൾ ഇറച്ചി കേക്കിൽ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത പരിപാടി എന്താ നോക്കാം. ഇറച്ചി കേക്ക് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പരിപാടി? പറയ്, എന്താ പരിപാടി അറിയ? ക്യാപ്സിക്കം പച്ചക്കറി മുറിച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി. ഓക്കെ, ഇതാണ് നമ്മളെ കുഞ്ഞടുക്കള കേട്ടോ. വലിയ അടുക്കള നല്ല കുഞ്ഞടുക്കള, സാധാരണക്കാരൻ്റെ അടുക്കളയാണ്. നിഞ്ചെന്താ പറഞ്ഞത്? പച്ചക്കറി അരിയേ? എന്നാ പച്ചക്കറി ഒക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ട് പറയോ? പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ പറഞ്ഞാൽ മതി. പച്ചക്കറി അറിയാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഗൈസ് പച്ചക്കറിയും കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ട് കുക്കിംഗ് തുടങ്ങിയതിന് ശേഷം നമ്മൾ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ചായപാത്രത്തിലൊക്കെയാണ് റബ്ബായിട്ട് എടുത്തുക്കണം. എന്താ പറയാ മണിയേ, ചോറാവൂലേ? ഉമ്മ ചക്ക കൂട്ടാൻ ആ ചക്ക കൂട്ടാൻ തരിങ്ങള് ആ പൈച്ചിട്ട് വെച്ചാവും. മന്തി ആകുമ്പോത്തിന് പള്ളി പൈച്ച് കത്തി പോകുമ്പോൾ വിശപ്പിൻ്റെ കാഠിന്യം മൂലം എനിക്ക് പിടിച്ചേക്കാൻ പറ്റാത്തതുകൊണ്ട് ഇമ്മ നല്ല ചക്കക്കൂട്ടം ഉണ്ടാക്കി. ഞാൻ ഒരു പിന്നാണ് ചക്കക്കൂട്ടം തിന്ന് പളർക്കാനുള്ള പരിപാടിയാണ്. കാരണം നജ്മേൻ്റെ മന്തി ആകുമ്പോഴത്തേന് എന്തായാലും മരിപ്പാവുന്നാണ് എനിക്ക് തോന്നുന്നത്. ഉച്ചക്ക് ആ മന്തി തിന്നാനുള്ള ഒരു ഹോപ്പ് ഞാൻ കാണില്ല. എനിക്കാണെങ്കിൽ പൈച്ചിട്ട് അങ്ങനെ നിലക്ക് എത്തിയാണ്. അപ്പോൾ നല്ല ചക്കക്കൂട്ടം. ഇതിൻ്റെ നിലയും വലിയ നാട്ടിലുള്ളവർക്ക് അറിയില്ല. അതിൻ്റെ നിലയും വലിയ പുറത്തുള്ളവർക്ക് അറിയുള്ളൂ. ചക്കക്കൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്നെ സംബന്ധിച്ച് ചക്കക്കൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഹെവനാണ്. ഇത് കുറച്ച് തൈര് വെച്ചിട്ട് ഇളക്കിയിട്ട് ചോറ് വെച്ചാൽ തിന്നാണ്ടല്ലോ. ചോറ് വേറെ ഒന്നും വേണ്ട.
അപ്പോൾ ഏതായാലും ഓളെ പച്ചക്കറി കട്ടിങ്ങും മറ്റു പരിപാടിയൊക്കെ ഞങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് കുക്കിംഗ് തുടങ്ങുമ്പോൾ കാണിച്ചു. എന്നിട്ട് സുഹൃത്തുക്കളെ അങ്ങനെ നെജ്മൻ്റെ തുടങ്ങി കുടുങ്ങിയ മന്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ 4-5 ഐറ്റം ഉള്ളത്. ഇതേറ്റ് മന്തി ഉണ്ടാക്കാനുള്ളൂ പറഞ്ഞു. എന്താ മന്തിക്ക് എത്ര സാധനം ഇതെന്താണ് ചിക്കനെ കുക്കറിൽ നിരത്തുകയാണ്. നിരത്തി കഴിഞ്ഞിട്ടുള്ള മാരിനേഷനാണ് എനിക്ക് കാണേണ്ടത്. ഒരു ചിക്കൻ നിരത്താൻ ഇത്ര സമയം അതൊക്കെ കട്ട് ചെയ്തോണ്ട് കേട്ടോ. കട്ടിങ്ങിലല്ലോ നമ്മൾ ബ്ലോഗിൽ പ്രത്യേകത എന്താണ്? നോ കട്ടിങ്, ഓൺലി ടേക്കിങ്. കട്ടിങ് ഇല്ലാത്ത ബ്ലോഗാണ് നമ്മൾ ബ്ലോഗ്. അല്ലാ ഇനിയോ അടുത്ത പ്രോസസ്സ് എന്താണ്? അടുത്ത പ്രോസസ്സ് എന്താ പറയൂ? അടുത്ത പച്ചമുളക് ഇടാം. ഓക്കെ, കഴുകിയിട്ട് വരാട്ടോ. അടുത്ത പ്രോസസ്സ് പച്ചമുളക് ഇടാനാണെന്ന് പറഞ്ഞത്. ഇതൊന്നും കേൾക്കിയിട്ടില്ല ഡിസ്ക്. അതെന്താ ഇത് ഗൈസ്? ഇതെന്താ സാധനം അറിയണോര് പറഞ്ഞിട്ടോ. അതെന്തോ വിഷം മാതിരിണ്ട്. ഇത് ആദ്യം തിന്നൂലേ? പച്ചമുളക് നമ്മൾ മുറിക്കാതെ ഇടണം. ഓക്കെ, പച്ചമുളക് മുറിക്കാതെ ഇടണമെന്നാണ് നെജ് പറയുന്നത്. ഓക്കെ, മുറിക്കാതെ പച്ചമുളക് ഇടുന്നു. ഇത് എന്തൊക്കെയാണ് പരിചയപ്പെടുത്തിക്കാം? എനിക്ക് എങ്ങനെ അറിയാം? പറഞ്ഞോണ്ടാ. പറഞ്ഞോളൂ. കുരുമുളക്. ഓക്കെ, കുരുമുളക് ഏതോ അതിന്റെ അപ്പുറത്തെ. അപ്പൊ ഇതെന്താ? അത് ഏലക്കായ. ആഹാ, ഇതോ? അത് ഗ്രാമ്പോ. ഓക്കെ, ഇതോ? മാഗിക്കോ. ഓക്കെ, അതൊക്കെ അതിലേക്ക് ഇട്ടു. ഓക്കെ, പൊടിച്ചിടണം കേട്ടോ. ഓക്കെ, പൊടിച്ചിടണമെന്ന് പറഞ്ഞത്. പൊടിച്ചിട്ടെ ടൈം എടുക്കും. മില്ലിൽ പോകേണ്ടി വരുമോ ഫോൺ പൊടിച്ചു വരാൻ? പൊടിച്ചാ ഇതെന്താ? നമ്മള് വെള്ളമൊക്കെ ഉണ്ടാക്കുന്ന ജീരകം. വെള്ളം ഉണ്ടാക്കുന്ന ജീരകം. ജീരക വെള്ളം ഉണ്ടാക്കുന്ന ജീരകം അത് പൊടിച്ചത്. ചെറിയ ജീരകം. ഓക്കെ, ചെറിയ ജീരകം പൊടിച്ചത്. അത്രേ ജീരകപ്പൊടി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഇതെന്താ? ക്യാപ്സിക്കം. ഓക്കെ, ക്യാപ്സിക്കം ഇട്ടു. ഇതെന്താ വേഷോ? നിങ്ങൾക്ക് തരാൻ. പിന്നെ മന്തി മസാല. ഓക്കെ, നമ്മൾ ക്വാളിറ്റിന്ന് വാങ്ങിയ മന്തി മസാലൻ്റെ പൊടി ഇതാണ്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്യും. അത് ശരി, ഇതൊരു കുക്കായിട്ട് ഇഞ്ഞോട് അത് പൊളിച്ചാൽ പറയണേ. അത് പൊടിച്ചാ ഞാൻ പൊളിച്ചുതരാം. വെറുതല്ല, നല്ല മന്തിൻ്റെ മണം ഉണ്ട് ഇതില്. ഞാൻ ഇടട്ടെ? കുറച്ചോ? ഇത് പറയും അളവ്. മതിയോ? ഓക്കെ, എത്ര മതി? നമ്മൾ ഉപ്പിടുന്നില്ല കേട്ടോ. ഇതിലോ കുറച്ചിട്ട് തീരെ ഇട്ടിട്ടില്ല. ആകത്തിട്ടുള്ളൂ. എന്തിട്ടില്ല? ഓക്കെ, ഉപ്പിടുന്നില്ല എന്നാ പറഞ്ഞത്. ഉപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഇടുന്നില്ല. കാരണം എന്തുകൊണ്ടാ? മാഗി ക്യൂബിൽ ഉപ്പ്. മാഗി ക്യൂബ് ഓൾറെഡി സാൾട്ടഡ് ആണ്, അതുകൊണ്ട് ഉപ്പിടുന്നില്ല. ഗായ്സ്, ബ്രില്യൻസ്. നെജ്മന്റെ ബ്രില്യൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. വാണെങ്കിൽ ഇടുന്ന പറഞ്ഞത്. അപ്പൊ ഗായ്സ്, ഇനി വിഷം ഇടാൻ പോവുകയാണ്. ഫുഡ് കളർ അത് ഒഴിവാക്കി കൂടി. കളർഫുൾ ആകാനോ? തോരുവീടിയത് എന്താ? സൺഫ്ലവർ ഓയിൽ. ഇക്കണ്ട ഓയിലൊക്കെ വാങ്ങിക്ക്. ചോർക്കു തന്നെയാണ്. ഒരു ഗ്ലാസ് ഓയില്. അപ്പൊ ഇതൊക്കെ വേണം മന്തിക്ക്. അപ്പോഴാണ് മന്തിയാണത്. ഒരു ക്ലോസ് ലുക്ക് തരാട്ടോ. മാരിനേഷൻ, നെജ്മന്റെ മാരിനേഷൻ. ഒരു മണമൊക്കെ കിട്ടുന്നുണ്ട് മസാലൻ്റെ. എന്തായാലും ഇത് ഓളാദ്യമായിട്ട് മന്തി ഉണ്ടാക്കാണ്. ഞാൻ ആദ്യമായിട്ട് ഓളെ മന്തി തിന്നുവാണ്. അതുകൊണ്ട് നമുക്ക് കണ്ടറിയാം. മാരിനേഷൻ കഴിഞ്ഞിട്ട് ഇനി അടുത്ത എന്താ? ഇത് അടുപ്പത്ത് വെക്കും. എന്നിട്ട് ആയിക്കോട്ടെ ഗൈസ്. അപ്പൊ നമ്മൾ കുറച്ച് ക്ഷമ വേണം എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഏതായാലും ഞാൻ ക്ഷമിച്ചു കുറച്ചു നേരം. ഫുഡ് കളർ കുറച്ചും കൂടി ഇടാണോ? ഫുഡ് കളർ ഇടണോ? കുറച്ചും കൂടി വേണ്ട, ലേശം കുറച്ച് മതി. എന്തിനിങ്ങനെ ഫുഡ് കളർ ഉണ്ട്? ഞാൻ ഏതായാലും ഒരു പാത്രം ചക്കക്കൂട്ടാൻ നിന്ന് ഞാൻ ഹാപ്പിയാണ്. അപ്പൊ ഇനി കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഫുഡ് കളർ അത് മതി. എന്തത് ഇത് കളറാ തിന്നണേ? ഫുഡ് കളറേ ഇവര് ഫുള്ള് ആർട്ടിഫിഷ്യൽ ആണ് കേട്ടോ ഗൈസ്. ചൊറുക്ക് വേണ്ട, ചൊറുക്കില്ലാത്ത മന്തി മതി. ടേസ്റ്റ് ഉണ്ടായാൽ മതി. അല്ലെങ്കിൽ ലുക്കിലല്ല കാര്യം, മനസ്സിലായില്ലേ? വർക്കിലാണ് കാര്യം.
എന്ന മാതിരിയാണ് മന്തിൻ്റെ കേസും. ഈ പച്ച പോയി നാമച്ച് ഡീസ്ക് കാണാൻ ലുക്കൊക്കെ ഉണ്ട്. ഏതായാലും ഇനി അരി തീമട്ടിട്ട് ഇത് തീമട്ടിട്ട് അരിയൊക്കെ ഇടുന്നത് നോക്കാം. ഈ വെള്ളം ഒഴിക്കാതെയല്ലേ മന്തി ഉണ്ടാക്കുക? ചിക്കന് വെള്ളം ഇറങ്ങുന്നില്ലേ? ഇത് പൊട്ടന്മാർക്ക് അറിയാം. ഗൈസ് ഇത് കണ്ടോ, ഞാൻ ഇട്ടപ്പോഴേ അത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പൊട്ടക്കല് നിറച്ച് പൊടി പിന്നെ ഇട്ടോ. എന്താക്കാം, ഞാനോട് ആദ്യം പറഞ്ഞല്ലേ അത് തികയില്ല. ഫുഡ് കളർ ഫുഡ് കളർ വേണ്ട, അത്ര കളർ മതി. ഇത് ഇളക്കി കൊച്ചൂലഞ്ഞി കുളിക്ക് സർവത്താ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ഷമ വേണം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ കാര്യം. പഴിച്ചിട്ട് വരുമോ? ഇത് അപ്രോക്സിമേറ്റ്ലി എത്ര സമയം എടുക്കും കുക്കിംഗ് ടൈം? ഇപ്പൊ കജ്ജും പറഞ്ഞാൽ ഇത് പറയും. ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് ഫുഡ് ആവും? 2 മണിക്കൂർ. 2 മണിക്കൂറോ? കുഴിമന്തി എന്താ ഉണ്ടാക്കണേ? ആടുമന്തി കുക്കറിൽ ഒരു വിസിലടിച്ചാണ്ട് ഒരു ഡിസ്ക് മന്തി അല്ലേ ഉണ്ടാക്കണേ? കുക്കറിലൊന്നല്ല മോനെ. പിന്നെന്താ ഇത് കുക്കറല്ലേ? ആണ്. പിന്നെന്താ ഇത് അടച്ചു വെക്കണം കേട്ടോ. ഇങ്ങനെ അടച്ചാൽ മതി. ശരി, വിസിലടിക്കണ്ടേ? ഓക്കെ, വിസിലടിക്കാം. വിസിലടിച്ചിട്ട് അരിയിടുക. അരി വേറെ കുക്ക് ചെയ്യും. എന്നിട്ട് മിക്സ് ചെയ്യായിട്ടിട്ട് എന്നിട്ട് പിന്നെ വിസിലടിപ്പിക്കും. ഓക്കെ, ഇപ്പൊ എനിക്ക് മനസ്സിലായിരിക്കുന്നു ഗായ്സ്. ഞാൻ ഈ ഡിസ്കിനോട് അപ്പോൾ ചോദിച്ചാണ് മറ്റേ ഇത് വാങ്ങണ്ടേ, ഉണക്കമുന്തിരിയൊക്കെ. അപ്പൊ അതൊന്നും വേണ്ടാറുണ്ട്. ഡിസ്ക് അല്ല, ഉണക്കമുന്തിരി അല്ല, ഉണക്കനാരങ്ങ അതൊക്കെ വേണേ ഒരു ലുക്കിന്. സംഭവം അത് തൊള്ളിയിലിട്ടാല് നമ്മൾ കുത്തിക്കളയും. അങ്ങനത്തെ ഒരു ഡിസ്ക് ചോദിക്കണം. പക്ഷെ എന്നാലും അങ്ങനെ സ്പൈസസ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ബിരിയാണിൻ്റെ ഈ മന്തിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? സ്പൈസസ് ആണ് ഇതിൻ്റെയൊക്കെ മെയിൻ. അപ്പോൾ ആ സ്പൈസസ് ഇട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫുൾ ഓപ്ഷൻ കിട്ടൂല. ഏതായാലും നമുക്ക് നോക്കാം. ഇനി ഓള് ഈ സാധനം വിസിലടിച്ച് അരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുള്ള വിഷ്വൽസ് കാണാം. ഓക്കെ, അപ്പോൾ ഗായ്സ് ഒരു കുണ്ടമിഞ്ഞാലത്തിൽ 2 പാട്ട വെള്ളം എടുത്തിക്കണേ. ഇതെന്താ കുറേ പേര് പറയും. ഒന്നും പേരറിയില്ല കേട്ടോ ഡിസ്കിന്. ഡിസ്ക് അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. മരുന്നിന്റെ പാത്രം എടുത്തിട്ട് ഇതിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. This is called പട്ട. ഇതൊക്കെ പ്രവാസികളോടാണ് ഒരു കളി. നമ്മക്കെറ്റത് അറിയില്ലേ? നമ്മൾ ഉണ്ടാക്കാത്ത സാധനങ്ങളില്ല. പട്ട, ഏലക്കായ, ജാതിപത്രി ഒന്നുമില്ല. ഒന്നും വേണ്ട. എന്താ കണ്ടുകണച്ച്? പിന്നെ ഒരു ഇല ഉണ്ട്. പക്ഷെ ഇല അതില്ല, നമുക്കില്ല. നമ്മുടെ അടുത്ത് ഇല ഒന്നും വേണ്ട. ഓക്കെ, ഏതോ ഡേസ്ക്ക് ആകെ 1 ലിറ്റർ വെള്ളം എടുത്തിക്കണ്. അതിക്ക് 2 മരുന്ന് ഇട്ടിരുന്നു. കുറച്ചാണ് എന്താ നിജമായി എന്താണ്? സോപ്പും പൊടിയോ? ഉപ്പും പൊടി. ഉപ്പ് പൊടി. ഉപ്പ്. അല്ലാ, ഉപ്പിക്ക് ചോറാ? ഉപ്പിട്ടല്ലേ ചെയ്യും? ചിക്കനക്ക് ഉപ്പിട്ടില്ലായിരുന്നു? ഇല്ല. ഓക്കെ, ഉപ്പ് ഇടത്തില്ല. അപ്പോൾ 1 ലോഡ് ഉപ്പ് ഇട്ടു. ഇനി അരി ഇട്. വെജിറ്റബിൾ ഓയിൽ ഒഴിക്കട്ടെ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നേരത്തെ വെജിറ്റബിൾ ഓയിൽ ആണത്രേ അരിക്ക്. ഓക്കെ, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു ഗൈസ്. ഇതിപ്പോൾ എന്താ എത്ര? ഈ ചിക്കൻ എത്ര നേരം നിൽക്കണം? അങ്ങനെയൊന്നുമില്ല. ഇത് വിസിലടിച്ചൂലേ? ഇത് തല ഇത്തനെ വെച്ചിക്കണേ. ചോറാവോളോ? ഓക്കെ, ഓളന്നെ വന്നിട്ട് വാവുന്നൊക്കെ വെച്ച് പോയിട്ടുള്ളൂ. ആ മസാലന്റെ മണം വരും. ഇത് അരിയിട്. അതാ ഇമ്മാനെ വിളിച്ച അരിയിടാൻ. അതാ ഞാനോ? അപ്പൊ ഞാനൊരു പ്രൊഫഷണൽ ആയതുകൊണ്ട് എനിക്ക് അരിയിടലൊന്നും വലിയ ടാസ്ക് ഇല്ലാത്ത കേസാണ്. അതുകൊണ്ട് നമ്മൾ കൊഞ്ചം അരി ആകെ വെള്ളമാണ്. അല്ല, ഇതിന് കൊട്ടക്കയിലൊക്കെ ഇത് ഇങ്ങനെ ഇട്ടാ പോലെ. ഈ ഡിസ്കിന് ഒരു കൊട്ടക്കയില കൊണ്ടുവന്നിരുന്നു അരിയിടാൻ. ഫുൾ അരി ഇടും. കയ്യേറ്റ് ഇങ്ങനെ ഒരൊറ്റ വടി എന്നിട്ട് വടിച്ചു കഴിഞ്ഞാൽ അരി മൊത്തം നോക്കണേ. ഇത്ര പണിയുള്ളൂ. അപ്പോൾ ഗൈസ്, ഇവക്ക് ആളെങ്ങാണ്ട് ഉണ്ടാക്കാനേ അറിയുള്ളൂ, അരി ഇടാനൊന്നും അറിയില്ല. അരിയൊക്കെ ഇടാൻ ഞാൻ തന്നെ വന്നു. അപ്പൊ ഇതിന്റെ കോർ പാർട്ട് ചെയ്ത് ഞാനാട്ടോ. മെയിൻ പ്രോസസ്സാണ് അരി ഇടല്. വേറെ സൗണ്ട് ഗ്യാസ് ഒക്കെ എടുത്തിണ്ടോ? വെള്ളം ഒഴിച്ചേക്ക്.
ഒരു മിനിറ്റ് ഗൈസ്. ഗായ്സ് ഏതോ ദാരിദ്ര്യം മുറിച്ച ചെമ്പട്ടിയാണ് ഗായ്സ് ഇപ്പോൾ എടുത്തത്. ഈ ചെമ്പട്ടി കോട്ടയാണ് ഗായ്സ്. ഈ ചോറ് മൂഞ്ചി. വാവ്, പ്രൊഫഷണൽ കുക്ക് നജ്മ ഉണ്ടാക്കിയ ആദ്യ മന്തി അടുപ്പത്ത് തന്നെ മൂഞ്ചിരിക്കുകയാണ് ഗായ്സ്. ചെമ്പട്ടി കോട്ട വന്ന് ലീക്കായി അടുപ്പ് ഓഫായി ഗായ്സ്. ഓ മൈ ഗോഡ്, സൂപ്പർ സൂപ്പർ സർ. അന്നേ മാരിറ്റിലെ ഹെഡ് ഷെഫ് ആയിട്ട് വിളിച്ചാ പോവുജി. അങ്ങനത്തെ ഓട്ടച്ചമ്പട്ടി കൊണ്ട് പോയിക്കൊണ്ടിട്ടാ ഇഞ്ഞേ. അപ്പൊ ഇങ്ങനത്തെ വലിയ വലിയ പ്രോസസ്സുകൾക്ക് ഞാൻ വേണോക്ക്. അപ്പൊ ഏതായാലും ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ. അരി നമ്മൾ ഓട്ടയായ ചെമ്പട്ടിയിൽ നിന്നും ഓട്ടയാകാത്ത ചെമ്പട്ടിയിലേക്ക് മാറ്റാൻ പോവാണ് ഗൈസ്. അങ്ങനെ അപ്പോൾ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ഞാനാണ് ഓളെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഇതിത്തെ മെയിൻ സംഭവം ഞാനാട്ടോ. എന്തൊരു മണം, ഇടക്കിടക്ക് ഓളെന്നെ പറയുന്നുണ്ട് എന്തൊരു മണം എന്നൊക്കെ. ഡിസ്ക് ഓട്ടായ ചെമ്പട്ടിയിൽ മന്തി ഉണ്ടാക്കാൻ വന്ന ഡിസ്ക് 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 ഒരബദ്ധോ, എത്ര അബദ്ധം. അബദ്ധത്തിന് ഒരു നാഷണൽ അവാർഡ് ഉണ്ടെങ്കിൽ എനിക്ക് വാങ്ങി തരും ഞാൻ. ഇതൊക്കെ നന്നാക്കുന്നുണ്ട് കേട്ടോ. വ്ളോഗ് വേണ്ട അല്ലെങ്കിൽ ഇനി ഇതെപ്പോഴാ ഇത് എത്ര സമയമാണോ? ഓക്കെ, ഞാൻ അപ്പോൾ എന്നോട് കുറച്ചേരം കഴിഞ്ഞിട്ട് വരാനായിരുന്നു. അപ്പോൾ ഇതിന് അടുക്കള ഇതൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ആ എന്നാൽ ഗൈസ് നമുക്ക് പോയൊക്കെ ഏതായാലും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിക്കും എന്താ പറയുക ഇമ്മാൻക്ക് ഓട്ടായ പാത്രം വരില്ലേ. സംഭവം ഇവിടെ കണ്ടമാനം പാത്രം ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ ഇഷ്ടം പോലെ പാത്രം, പല സൈസിൽ, പല രൂപത്തിൽ, പല ഭാവത്തിൽ പാത്രങ്ങളുണ്ട് ഇവിടെ. പക്ഷെ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ചില്ലും കൂട്ടിൽ ഇങ്ങനെ എടുത്തേക്കും. ഇതൊന്നും ഞമ്മക്ക് ഉപയോഗിച്ചാൽ കിട്ടൂല. ഏത് പെരക്കാർക്ക് ഉപയോഗിച്ചതൊന്നും കിട്ടൂല. വിരുന്നാരൊക്കെ വന്നാലും ഇങ്ങനെ പുളയും കണ്ട് എടുത്തേക്കും. ഇങ്ങനത്തെ ഉമ്മമാരുണ്ടോ നിങ്ങളെ വരിയിൽ? അതായത് നല്ല സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചാണ്ട് വിരുന്നാർക്ക് പാത്തേക്കും. നമ്മൾ പെരക്കാർ ലോക്കലായി കണ്ട് ഇങ്ങനെ നമുക്കൊന്നും കിട്ടില്ല. ഇതൊക്കെ നോക്കി, ഇതൊക്കെ തെത്ത ഒരു പീടിക്കുള്ള സാധനം ഉണ്ട് ഇവിടെയൊക്കെ. ഇതിൻ്റെ ഉള്ളിലൊക്കെ പാത്രങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇഷ്ടംപോലെ പാത്രങ്ങളുണ്ട്. അതൊന്നും എടുക്കാതെ നമുക്ക് ലോക്കൽ ഓട്ടായ പാത്രം വക്കൊട്ടിയതൊക്കെ തരും. എന്നിട്ട് കുടുംബക്കാർ വരുമ്പോൾ ഓൾക്ക് നല്ല പാത്രങ്ങൾ. നമ്മൾ പാവം സിവിലിയൻസ് എങ്ങനെ ജീവിക്കും ഗൈസ് ഇങ്ങനെ ആയാൽ? അങ്ങനത്തെ അമ്മമാരുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ നിങ്ങൾ. ഓയ് നടക്കുമോ? കുറെ നേരമായി ഒരു മരത്തിനെ കണ്ടുപിടിട്ട് അങ്ങനെ ആട്ടുണ്ട്. ദുപ്പോ ദുപ്പുണ്ടോ? ഓക്കെ, ദുപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ ഗൈസ്. ഗൈസ് ഇത് നോക്കി, ഓയിലൊന്നും നിങ്ങൾ കജ്ജിമിട്ട് സംഭവം കജ്ജിന്ന് പോയി. ഞാനേ അങ്ങാടിയിൽ സാധാരണ ചോറൊക്കെ നോക്കട്ടെ നോക്കേതായാലും. അപ്പോൾ ഗായ്സ് 1 മണിക്കൂർ എടുത്താണ്ട് ഈ ചോറെല്ലാം ഊറ്റിങ്ങാണ്ട് ഓള് ചിക്കൻ്റെ ഒപ്പം ആക്കിക്കണേ. ലെയറൊക്കെ ഇട്ട് അവിടെ ഇവിടെ കുറച്ച് മസാലയും മുളകൊക്കെ ഇട്ട് വെച്ചിക്കണേ. ഇനി അടുത്ത പ്രോസസ് എന്താണ്? ഇതെന്താണ്? കളർഫുൾ ചോറ്. എന്താണ്? മഞ്ഞൾ വെള്ളം. ഓക്കെ, മഞ്ഞൾ കലക്കിയ വെള്ളം മേലെ കൂടെ തൂക്കി കൊടുക്കുന്നു. അത് എന്തിനാണ്? കളർ വേണ്ടിയിട്ട്. മഞ്ഞൾ ഒരു ആന്റി ഓക്സിഡന്റ് അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയാ? എനിക്കറിയില്ല കേട്ടോ. ഇതെന്താ ഈ വിഷം കണ്ടമാനം ചേർക്കണ്ടല്ലേ ജി? ഗൈസ് ഒരു മണോ ലുക്കൊക്കെ വന്നിട്ടുണ്ടോ? ഇനിയിപ്പോൾ തിന്നുമ്പോൾ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇനി എന്താട്ട് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു വിസിലടുപ്പിക്കും അല്ലേ? അതോടുകൂടി മന്തി റെഡിയാണെന്നാണ് പറയണേ. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു വിസിലോട് കൂടി നമ്മളെ മന്തി റെഡി ആവുന്നതായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നജ്മൻ്റെ മന്തി ആയി എന്നാണ് പറഞ്ഞത്. എന്തായിക്കണം നോക്കട്ടെ കേട്ടോ. അയാളൊക്കെ വരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മന്തി റെഡി ആയിക്കേ. എൻ്റെ മന്തിയോ? അത് അടിഭാഗം കാണിച്ചു തരുമോ? അടിഭാഗം കാണിച്ചു തരും. തട്ടിത്തരേ ഞാൻ തട്ടണേ. എക്സ്പേർട്ട് ഉണ്ടോ അവിടെ? അപ്പോൾ ഒന്ന് തട്ടി കൊടുത്താണീ മന്തിയൊക്കെ തട്ടി കൊടുക്കേ. ലുക്കൊക്കെ ഉണ്ടോ? ലുക്ക് സെറ്റ്. യജ്മാ ഈസ് ഇറ്റ് റിയലി യു? എനിക്കിത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനൊന്ന് ജസ്റ്റ് മാറി നിന്നപ്പോഴേക്കും മന്തിയിൽ ഇമ്മ ഇടപെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇടപെട്ടിട്ടില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് ലുക്കിൽ എന്താ തോന്നണേ? ഫസ്റ്റ് ലുക്കിൽ അടിയിലാന്ന് തോന്നുന്നുണ്ട്. അടിക്കത്തട്ടെ. അത് ചിക്കൻ പാട് തിന്നണേ. ചിക്കനാണ് എനിക്ക്
ആ ഇക്കണക്ക് അമത്തിയാള് ഇമ്മ നൽകാ പാപ്പ ഒറ്റ അമത്തേണ്ട ആവശ്യം പോയി ഇപ്പൊ തട്ടുണ്ട് മന്തി ചൂട് ചൂട് ഏറ്റ തട്ടലിന്റെ കേസുള്ളൂ അടി പിടിച്ച് കുറച്ചൊക്കെ ആ സംഗതി അടി പിടിച്ച് ചിക്കൻ പോകാനില്ല ആ ചെറുതായിട്ട് ഇല്ല കേട്ടോ ഇല്ല കരുതി അത്ര പാളിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിക്ക് മച്ചണൈസ് ഇല്ല, മച്ചണൈസ് ഉണ്ടോ? ഉണ്ടാക്കിക്കണോ? ഓക്കെ മയണൈസ് ഉണ്ടാക്കിക്കണെന്ന് പറഞ്ഞത് തൻ്റെ ആദ്യ മന്തി പൊലിവിൽ നോക്കി നിൽക്കുന്ന നജ്മ, മന്തി കഴിക്കാൻ കടയിൽ നിന്ന് ഓടി വന്നിരിക്കുന്ന അനിയൻ, പണം കൂട്ടി വന്നിരിക്കുന്ന ഉപ്പ, രാവിലെ മുതൽ മന്തിക്ക് വാട്ടം പിടിച്ചിരിക്കുന്ന ഞാൻ കഴിച്ചിട്ട് കുറച്ച് ചക്കക്കൂട്ടനൊക്കെ തിന്ന്, അത് വേറെ അടി പിടിച്ചിട്ടൊന്നുമില്ല ചെറുതായിട്ട് അത് നടുവിൽ അങ്ങനെയൊക്കെ ഏതായാലും ഇപ്പോൾ തിന്നോക്കട്ടെ, തിന്നാലേ ഇപ്പോൾ അറിയുള്ളൂ. ലുക്ക് വൈസ് നമ്മൾ അപ്രൂവ് ചെയ്തിരിക്കുന്നു. ഇനി ടേസ്റ്റ് വൈസ് അപ്രൂവൽ ഇതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് അറിയിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു മന്തി ഉണ്ടാക്കിയാണ്ട് ഇപ്പോൾ ഇത് കുട്ടികളെ താലോലിച്ചാൽ മാതിരി മന്തിനെ താലോലിച്ചുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നമുക്ക് തിന്നാൻ കിട്ടും ഇപ്പോൾ ഇത് ചൊറുക്കുകളെ പാടില്ലേ എല്ലാവരും ഇവിടെ പയിച്ച് പട്ടിയൊക്കെ കേട്ടോ. ഇവള് സംഭവം ലുക്കായി വന്നിക്കണേ. ഓക്കെ എന്നാ കഴിക്കാം കഴിച്ചിട്ട് നമ്മൾ ജെന്യൂൻ അഭിപ്രായം കഴിച്ചിട്ട് പറയട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ ഫുഡ് കഴിക്കൽ തുടങ്ങിയിട്ടുണ്ടോ അവിടെ? കഴിച്ചിട്ട് അഭിപ്രായം പറയും. കഴിച്ച് ഒരു പീസ് എടുക്കുന്നു, കുറച്ച് റൈസും കഴിച്ച് ചൊച്ചിമുളിനാക്കാം ഇവിടെ പറയാം. ജെന്യൂൻ അഭിപ്രായം. ഓന്റെ മുഖത്ത് പല എക്സ്പ്രഷൻ വരുന്നുണ്ട്. അതിന്റെ പുളിയാണോ? ചോറിന്റെ അഭിപ്രായം എന്താ? ചോറും ചിക്കനും എങ്ങനെയാണ് നമുക്ക് ഫർദർ ചെറിയൊരു വിഷയമൊന്നുമില്ല, ചെറിയൊരു ഉപ്പുവന്നുണ്ട്. നിങ്ങളെ അഭിപ്രായം എന്താ? ഓക്കെയാണ്, ഫസ്റ്റ് ട്രൈക്ക് എന്തുകൊണ്ടും ബെറ്റർ ആണ്. ഇതെന്താണ്? കഞ്ഞിയും പൂള കൂട്ടാനും നല്ലൊരു മന്തി ഉണ്ടായിട്ട് ചക്ക കൂട്ടാൻ നല്ലൊരു ഇതുണ്ടായിട്ടേ മന്തി ഉണ്ടാക്കിയിട്ട് ഒരാൾ ഇവിടെ ചക്ക കൂട്ടാനും കഞ്ഞിയും കുടിച്ചു തരാം. അപ്പൊ ചക്ക കൂട്ടാന്റെ വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് മരോളെ നടാടുണ്ടാക്കിയ മന്തി ഒഴിവാക്കി കണ്ട് അമ്മായിമ്മ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഏതായാലും ഞാനും മന്തി തിന്ന് സപ്പോർട്ട് ചെയ്യട്ടെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കി ഞാൻ കിട്ടിയില്ലെങ്കിലോ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ മന്തി ഉണ്ടാക്കൽ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അപ്പോൾ എന്താ പറയുക, ഇനി അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നത് വരേക്കും ബൈ ദ ബൈ. എല്ലാവരും സ്റ്റേ ട്യൂൺ. നമ്മൾ പഴയ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പഴയ വീഡിയോസൊക്കെ പോയി കണ്ടോ കേട്ടോ. ഓക്കെ ബൈ.